ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. സത്യത്തിൽ ഇന്നത്തെ ഭരണാധികാരികളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ്. മുസ്ലിമിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ആവശ്യമാണ്. വിശിഷ്യ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ, ഓരോ ഭരണാധികാരികളും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കിസ്റ കൈസറിനെ കിടിലം കൊള്ളിപ്പിച്ച, റോമ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു റോമ സാമ്രാജ്യത്തിലേക്ക് കത്തെഴുതി മുസ്ലിമാകാൻ, നയം സൂക്ഷിക്കാൻ, നിലപാടുകൾ പറയാൻ അവർക്ക് കത്തെഴുതി. ആ കത്ത് കിട്ടിയപ്പോൾ സത്യത്തിൽ ഉമർ ഖത്താബ് എന്ന് കേട്ടപ്പോൾ പേടിക്കാത്ത ആളാളില്ല, എല്ലാവരും പേടിച്ചു പോവും. അത്ര വലിയ ധീരശൂര പരാക്രമിയാണ്, സത്യസന്ധനാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി റോമ സാമ്രാജ്യത്തിലെ വലിയ ഭരണാധികാരികൾ വരികയാണ് പരിശുദ്ധ മദീനയിലേക്ക്. വന്നു നോക്കുകയാണ്, എവിടെയാണ് ഉമർ, ഉമറിൻ്റെ കൊട്ടാരം എവിടെയാണ്? റോമ സാമ്രാജ്യത്തെ കിസ്റ കൈസറിനെ കിടിലം കൊള്ളിപ്പിച്ച ഉമർ ഖത്താബിൻ്റെ കൊട്ടാരം കാണാൻ പാലസാണല്ലോ ഉണ്ടാവുക. രാജാവല്ലേ, അവിടുത്തെ ഭരണാധികാരിയല്ലേ, രാഷ്ട്രപതിയല്ലേ. രാഷ്ട്രപതിയാകുമ്പോൾ എന്തായാലും വലിയ കൊട്ടാരമുണ്ടാകും എന്ന് വിചാരിച്ച് അവർ വന്നു നോക്കുകയാണ്. മണലാരണ്യത്തിലൂടെ നടന്ന് മരുഭൂമികൾ താണ്ടി, മലകൾ താണ്ടി അവരെത്തിയപ്പോൾ ഒരു വിജനമായ സ്ഥലത്തെത്തി. ഉമറിൻ്റെ കൊട്ടാരം എവിടെ? എല്ലാവരും അന്വേഷിക്കുകയാണ്, എവിടെ ഉമറിൻ്റെ കൊട്ടാരം? അവർ വിചാരിച്ച് എടുത്ത് കാണിക്കും ആ കൊട്ടാരമെന്ന. കൊട്ടാരം കാണാനില്ല. കുറേ അന്വേഷിച്ചു, കാണാനില്ല. അപ്പോൾ ആ വിജനമായ സ്ഥലത്ത് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഈത്തപ്പന മട്ടൽ കൊണ്ട് വിരിച്ചിങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തെ തട്ടി വിളിത്തി, ഹേ മനുഷ്യ, എഴുന്നേൽക്കൂ. ഞങ്ങൾ ആരെന്നറിയോ? ഞങ്ങൾ റോമർ സാമ്രാജ്യത്തിലെ വലിയ നേതാക്കളാണ്, അവിടുത്തെ ഭരണകർത്താക്കളാണ്, അവിടുത്തെ നീതി നടപ്പാക്കുന്ന ആളുകളാണ്. ഞങ്ങളിവിടെ ഉമർ ഖത്താബിനെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം എവിടെ? ആ കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് തൻ്റെ ശരീരത്തിലുള്ള മണലുകളൊക്കെ തട്ടി മാറ്റിയിട്ട്, ഈത്തപ്പന മട്ടലിൽ കിടന്നിട്ട് ശരീരത്തിലൊക്കെ അടയാളം വന്ന് അതെല്ലാം എടുത്തു മാറ്റിയിട്ട്, ഒഴിഞ്ഞു മാറ്റിയിട്ട് അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു, ഉമറിന് കൊട്ടാരമോ? ഉമറിന് കൊട്ടാരമോ? എവിടെ ഉമറിൻ്റെ കൊട്ടാരം? അതെ, ഞങ്ങൾ ചോദിക്കുന്ന ഉമറിൻ്റെ കൊട്ടാരം എവിടെ? ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നതാണ്, സന്ധി സംഭാഷണത്തിന് വന്നതാണ്. അപ്പോഴും ചോദിച്ചു, ഉമറിന് കൊട്ടാരമോ? അദ്ദേഹം എഴുന്നേറ്റിരുന്നു കൊണ്ട് വേദനയോടെ ചോദിക്കുന്നു, ഉമറിന് കൊട്ടാരമോ? എന്താ മനുഷ്യ, നിങ്ങൾ ആളെ ഇങ്ങനെ കളിയാക്കുന്നത്? ഞങ്ങൾ ആരെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ? വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഉമറിൻ്റെ കൊട്ടാരം എവിടെ? ഇനിയും ഞാൻ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇവരെന്തെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും എന്ന് മനസ്സിലാക്കിയ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ തേടി നടക്കുന്ന ഉമർ ഞാനാണ്. എനിക്ക് കൊട്ടാരമോ? മഹാത്മജി പറഞ്ഞല്ലോ, എനിക്കിവിടെ വേണ്ടത്, ഭരണാധികാരിയായി വേണ്ടത് ഉമറിനെ പോലുള്ള ഭരണാധികാരികളാണ്. സത്യത്തിൻ്റെയും സൽവഴിയുടെയും അന്തസ്സിൻ്റെയും ഓജസ്സിൻ്റെയും തേജസ്സിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും എല്ലാം മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം, സ്നേഹം, സൗഹാർദ്ദം, സഹിഷ്ണുത, സഹനം എന്നിത്യാദി 4 ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിൻ്റെ വക്താവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം മനസ്സിലാക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. പാഠമുണ്ടതിൽ, ഒരുപാട് പാഠമുണ്ട്, ചിന്തിക്കാനുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ മദദ് കൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.